ഹലോ, നിങ്ങളെല്ലാവരും തേൻനിലാവ് കഴിക്കാറില്ലേ? തേൻ മിഠായി. അതേപോലെ നമുക്ക് നേന്ത്രപ്പഴം നല്ല തേനിലിട്ട് വരട്ടിയെടുത്താലോ? സാധാരണ നമ്മൾ പഴം പുഴുങ്ങണ പോലെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ഇഡ്ഡലി കുക്കറിൽ ഇട്ടിട്ട് അത് വേവിക്കട്ടെ. വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ശർക്കരയും കൂടെ അതിലിടണം. രണ്ടച്ചിട്ടാൽ മതി കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വന്ന് അത് വറ്റുമല്ലോ. ആ വിധത്തിൽ നമ്മളത് പുഴുങ്ങിയെടുത്തിട്ട് അവിടെ പുഴുങ്ങി അങ്ങോട്ട് ഞാൻ തുറന്നപ്പോഴേക്ക് ഇവിടെ ആൾക്കാർ പാത്രം കൊണ്ടുവന്ന് നിന്നിട്ടാ. എന്നിട്ട് ഇതാ ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇതാ അതിൻ്റെ ചാറൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കണം കേട്ടോ. ഈ ചാറിന് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഈ പഴത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു എസൻസും കൂടെ അതിലേക്ക് കയറല്ലേ, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ പഴം പുഴുങ്ങിയത് കഴിക്കണ കേട്ടോ, അതിന് 100 ഇടങ്ങ് ടേസ്റ്റ് ആട്ടോ ഈ ഒരു പഴം പുഴുങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ പഴത്തിൻ്റെ തൊലി അതടക്കം നമുക്ക് ഇങ്ങനെ ചപ്പിയെടുക്കാം കേട്ടോ. അതും അടുക്കാത്ത ടേസ്റ്റാണ്. എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള കുഞ്ഞു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.